ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു മാംഗോ പുഡിംഗ് ആണ്. നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാംഗോ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് മാംഗോ പൾപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പഴുത്ത മധുരമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് സൈസ് കുറഞ്ഞ മാങ്ങകളായതുകൊണ്ട് 3 വേണ്ടി വരും. അപ്പോൾ നമുക്കിതിൽ നിന്ന് പൾപ്പ് എടുക്കാം. അപ്പോൾ പൾപ്പ് ഉണ്ടാക്കാനായിട്ട് മാംഗോയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് പീസുകളാക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഞാൻ 1 കപ്പ് മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പ്ലെയിൻ ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് ഫുൾ ഫാറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽ അതിൽ ബാക്കി വെക്കാം. അപ്പോൾ ഈ ബാക്കി വെച്ച പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. മാങ്ങയിൽ ചെറിയ നാരുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പിന്നീട് നമുക്ക് മധുരം നോക്കിയിട്ട് ഇനിയും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പുഡിങ്ങിൽ എപ്പോഴും ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിൽ കറക്റ്റായി വരിക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ജെലാറ്റിനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മൾ ആദ്യം മാംഗോ പൾപ്പ് എടുത്തില്ലേ, അപ്പോൾ എനിക്ക് 1 കപ്പ് എടുത്തിട്ട് പിന്നെ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ബാക്കി വന്നിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ മാങ്ങ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും തിളക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇപ്പോൾ ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട്. നമുക്കിതിനി ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത്. ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 ഗ്ലാസ്സിലായിട്ട് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിനു ശേഷം നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ നമുക്കിത് വെച്ച് കൊടുക്കണം, ഇത് സെറ്റായി വരാനായിട്ട്. അപ്പോൾ ഞാനിതിനി സെറ്റായി വന്നതിന് ശേഷം ഞാനിത് കാണിച്ചു. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെനിക്ക് ഒരു 5 മണിക്കൂർ എടുത്തു ഇതൊന്ന് സെറ്റായി വരാൻ. ഇനി നമുക്കിനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് മാംഗോ പീസുകളാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ചെറീസ് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ കഴിക്കാൻ റെഡിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.